ഹലോ ഫ്രണ്ട്സ്, നമ്മൾ വീട്ടുമുറ്റത്തുണ്ടാകുന്ന ഇതുപോലത്തെ സ്റ്റാർ ഫ്രൂട്ട് വെച്ചിട്ട് നമുക്ക് ഒരു 5 പൈസ ചിലവില്ലാണ്ട് നമ്മുടെ വീട്ടിൽ അഴുക്ക് പിടിച്ച തുണികളാണെങ്കിലും പാത്രങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മുടെ അടുക്കളയിലെ ഒരുപാട് ജോലികൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്ക് സുലഭമായി കിട്ടുന്ന ഈ ഒരു സ്റ്റാർ ഫ്രൂട്ട് നമ്മൾ നിസ്സാരമായിട്ട് കാണാറുണ്ട്. എന്നാൽ ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുള്ളതാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്റ്റാർ ഫ്രൂട്ടിൽ നമ്മൾ നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതിൽ നല്ല പോലത്തെ പച്ച ആയിട്ടുള്ളതുകൊണ്ട് കുറച്ച് പഴുപ്പ് വന്നിട്ടുള്ള മധുരം വന്നിട്ടുള്ള കായകളും ഉണ്ട് കേട്ടോ. വിറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഈ സ്റ്റാർ ഫ്രൂട്ട് നമ്മുടെ സ്കിന്നിന് അത്രയധികം നല്ലതാണ് കേട്ടോ. നമ്മളിത് ജ്യൂസായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാനും ഷുഗറിനെ കൺട്രോൾ ചെയ്യാനും നല്ലതുപോലെ ഉറക്കം കിട്ടാനൊക്കെ ഈ ഒരു സ്റ്റാർ ഫ്രൂട്ട് നമ്മൾ കഴിക്കുന്നതുകൊണ്ട് യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ നമ്മളിതൊരു ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ സൈഡിലുള്ള നമ്മൾ സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു കോണ് പോലെ നിൽക്കില്ലേ, ആ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. എന്നിട്ടാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് പച്ച കളറിലുള്ള കായ എടുക്കരുത്. ഒരല്പം യെല്ലോ കളറിലെ ഫ്രൂട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല മധുരവും നല്ല ടേസ്റ്റും ഉണ്ടാവുന്നതാണ്. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമുക്ക് ജ്യൂസിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഷുഗർ കൊളസ്ട്രോൾ ഉള്ളവരൊക്കെ നമുക്ക് ആഴ്ചയിൽ 2 ദിവസം കുടിച്ചാൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു ജ്യൂസ് ഒരുപാട് യൂസ്ഫുള്ളാണ്. അപ്പോൾ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ഞാൻ ഒരു സ്റ്റാർ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇത് പഴുത്തിട്ടില്ല കേട്ടോ, നന്നായിട്ട് മൂത്തിട്ടുള്ളൊരു സ്റ്റാർ ഫ്രൂട്ടാണ്. അപ്പോൾ അത് ഞാനിതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം മിക്സി ജാറിലിട്ടിട്ട് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ ആദ്യം ചെയ്യുന്നത്. നമ്മളൊരു ഫ്രൂട്ട് എടുക്കുന്നുള്ളൂ, അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കാണ്ട് അതിനത് അരച്ചെടുക്കുന്നത്. അരച്ചെടുത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ തുണികളിലേക്ക് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ തരി വരാതിരിക്കണം, അതിൻ്റെ കുരുവൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിലേക്ക് ഒരല്പം ഷാമ്പൂ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതാ നല്ലതുപോലെ അഴുക്ക് പിടിച്ചിട്ടുള്ള മോൻ്റെ ഷർട്ടാണ് കേട്ടോ. നമ്മൾ കോളറിൻ്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് അഴുക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഷർട്ട് ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ആ കോളറിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു ലിക്വിഡ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു അഴുക്കുള്ള ഭാഗം ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ വെറുതെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് ഇതുപോലെ മാറ്റി വെക്കാം. ഇത് നമ്മൾ ഏത് കളർ തുണിയിലും ചെയ്യാം കേട്ടോ. വെള്ള കളർ അല്ലെങ്കിൽ ലൈറ്റ് കളറിൽ മാത്രമല്ല, ഏത് ഡാർക്ക് കളറിലുള്ള ക്ലോത്തിലും നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. 10 മിനിറ്റ് അത് മാറ്റി വെച്ചതിന് ശേഷം നിങ്ങൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് തന്നെ അത് പൂർണ്ണമായിട്ട് ക്ലീനാക്കി കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഷർട്ട് മാത്രമല്ല, നമ്മൾ അഴുക്ക് പിടിച്ചിട്ടുള്ള കറ പോലെ പിടിച്ചിട്ടുള്ള ഏത് ഡ്രസ്സിലും നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലീനിങ് ടിപ്സ് നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഏത് തരത്തിലുള്ള ക്ലോത്തിലും ഇത് യൂസ് ചെയ്യുകയും ചെയ്യാം. കുറച്ച് സ്റ്റാർ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് പഴുക്കാത്ത ഫ്രൂട്ടാണ് വേണ്ടത്. ഇതുപോലെ ഗ്രീൻ കളറായിട്ടുണ്ടാവും. നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അറിയാൻ പറ്റും അത് പഴുക്കാത്തതാണോ പച്ചയാണോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പച്ചയായിട്ടുള്ള ഫ്രൂട്ട് എടുത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു കുക്കറിലേക്ക് മാറ്റുന്നുണ്ട്. കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു പിടിയോളം അളവിൽ കല്ലുപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് 2 വിസിലേ ഞാൻ അടിച്ചിട്ടുള്ളൂ കേട്ടോ. 2 വിസിൽ വന്നതിന് ശേഷം ഒന്ന് സ്റ്റവ് ഓഫ് ചെയ്ത് എടുക്കുന്ന സമയത്ത് എല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഉപ്പ് വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വെന്ത് അത് നല്ലതുപോലെ തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതാണ്. എന്നിട്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നത് നമ്മൾ ഈ ഉപ്പ് വെള്ളത്തിൽ വേവിച്ചിട്ടുള്ള അതേ വെള്ളത്തിൽ തന്നെയാണ് അരയ്ക്കുന്നത്. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തുന്നില്ല. നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അരച്ചെടുത്തുള്ള സ്റ്റാർ ഫ്രൂട്ട് ഞാൻ ഇതുപോലെ ഒന്ന് അരിപ്പയിൽ വെച്ചിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുരുവിൻ്റെ തരിയൊന്നും നമുക്കിതിൽ പെടാതെ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ അരിച്ചെടുത്തുള്ള ഈ ഒരു ജ്യൂസിലേക്ക് നമുക്ക് ഇത് തന്നെ മതിയാവും കേട്ടോ നമ്മുടെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനുള്ള സൊല്യൂഷന്. പക്ഷേ നമ്മളിതിൽ ഉപ്പ് ചേർത്തതുകൊണ്ട് എല്ലാം തന്നെ നന്നായിട്ട് ക്ലീൻ ആവുന്നത്. നമ്മൾ എത്ര കറ പിടിച്ചുള്ള പാത്രങ്ങളും ഇനി കരിഞ്ഞ് പിടിച്ചുള്ള പാത്രമൊക്കെ ക്ലീനാക്കാൻ ഈ ഒരു സൊല്യൂഷൻ മതി കേട്ടോ. എന്നാലും നമ്മളിതിലേക്ക് ഒരു അല്പം സോപ്പിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷനാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമ്മൾ പാത്രം കഴുകാനോ ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമ്മുടെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഇത് ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ട് ചെറിയ സ്പൂണിൽ 2 സ്പൂണ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ഡിഷ് വാഷ് ലിക്വിഡും ചേർത്തി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഡിഷ് വാഷ് ലിക്വിഡ് അല്ല ചേർത്തിട്ടുള്ളത്, സോപ്പിൻ്റെ പൊടിയാണ്. അപ്പോൾ ഇത് നമുക്ക് എല്ലാ തരത്തിലുള്ള ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആയി വരുന്ന സമയത്ത് ഈ സോപ്പ് പൊടീൻ്റെ അംശം ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. അതൊന്നും പ്രശ്നമില്ല. ഇത് എത്ര ദിവസം വേണമെങ്കിലും ഇതുപോലെ ഇരിക്കും കേട്ടോ. നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നല്ല വേവിച്ചെടുത്തിട്ടുള്ളതും കൂടിയാണ്. ഞാൻ ബോട്ടിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് ഉപയോഗിക്കാം.
എത്ര കറ പിടിച്ചതിലേക്കും നമുക്കൊരു അല്പം ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ പൂർണ്ണമായിട്ട് ക്ലീൻ ആവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് സോപ്പ് പൊടി ഒരു അല്പം ചേർത്തുകൊണ്ട് പതയൊന്നും വരണമെന്നില്ല, എന്നാലും പൂർണ്ണമായിട്ടും ക്ലീൻ ആവുന്നതാണ് കേട്ടോ. നമുക്ക് ഇനി പത വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അധികം സോപ്പ് പൊടിയോ അല്ലെങ്കിൽ ഡിഷ് വാഷ് ലിക്വിഡോ ഒക്കെ ചേർത്താവുന്നതാണ്. ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പാത്രം കഴുകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാത്രങ്ങളിൽ ചില സമയത്ത് പലതരത്തിലുള്ള നോൺ വെജ് ഐറ്റംസൊക്കെ നമ്മൾ കുക്ക് ചെയ്യുക കഴിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു സ്മെല്ലുണ്ടാവും. ആ സ്മെല്ലൊക്കെ പൂർണ്ണമായിട്ട് ഇല്ലാതെ കേട്ടോ. മീനിൻ്റെ സ്മെല്ലാണെങ്കിലും ശരി, മുട്ടയുടെ സ്മെല്ലോ മറ്റെന്തിൻ്റെ സ്മെല്ലാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അത് ഈ ഒരു ലിക്വിഡ് ഇട്ട് നമ്മളൊന്ന് കഴുകി കഴിഞ്ഞാൽ പോകുന്നതാണ്. അപ്പോൾ മസ്റ്റായിട്ടും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന സമയത്ത് അത് നിങ്ങൾ കമൻറ്റിൽ പറയാനായിട്ടും വിട്ടുപോകരുത്. ഇതേ ലിക്വിഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് കിച്ചണിലുള്ള മറ്റൊരു നല്ലൊരു ടിപ്സ് നോക്കാം. നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ സ്റ്റൗവും അതേപോലെ തന്നെ സ്റ്റൗവിന് ചുറ്റുമുള്ള ഭാഗമൊക്കെ നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ടാവും. കറികളുടെതൊക്കെ ഉണ്ടാവും, എണ്ണ കറിയോ എല്ലാം നമ്മുടെ സ്റ്റൗവിലുണ്ടാവും. അപ്പോൾ അതൊരല്പം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം സ്ക്രബ്ബർ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റൗവിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് നമ്മൾ ഉരച്ച് ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് അതുപോലെ വെക്കാം. 5 മിനിറ്റിന് ശേഷം മാത്രമേ പിന്നെ നമ്മൾ തുടച്ചെടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റവിന് തൊട്ട് മുന്നിലായിട്ടുണ്ടാകുന്ന ടൈൽസിലും അതുപോലെ തന്നെ നന്നായിട്ട് എണ്ണ തെറിച്ചിട്ടും കറികളൊക്കെ തെറിച്ചിട്ട് കറ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഭാഗത്തും ഇതുപോലെ നമ്മൾ സ്ക്രബ്ബറിൽ ചെയ്തതിന് ശേഷം സ്ക്രബ്ബറിൽ ഒരല്പം ലിക്വിഡ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് അതേപോലെ ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു നനഞ്ഞ തുണി എടുത്തുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. ഒരുപാട് നമ്മൾ ഉരച്ച് ബുദ്ധിമുട്ടേണ്ട, നമ്മളിതിലൊരു അല്പം സോപ്പ് ഉപയോഗിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ഒരല്പം ഇട്ടത് കൊണ്ട് തന്നെ നന്നായിട്ട് പതയൊന്നും വരുന്നില്ല, എന്നാൽ നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ട്. നല്ല തിളക്കമുണ്ട് കേട്ടോ. സ്റ്റൗവൊക്കെ ഇത് വെച്ച് തുടച്ച് കഴിഞ്ഞ് വെക്കുന്ന സമയത്ത് നന്നായിട്ട് തിളക്കമുണ്ട്. അപ്പോൾ ചുമരും നമ്മൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് ടിപ്സ് ആയാലും ശരി, ഈ ഒരു വീഡിയോയിലെ എല്ലാ ടിപ്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്തു നോക്കാനായിട്ട് മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഇതുപോലെയുള്ള മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.